നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും മെരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ. ഈ മദ്യക്കുപ്പി കണ്ട ആരും പേടിക്കൊന്നും വേണ്ട. ഞാനൊരു മദ്യപാനിയൊന്നുമല്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ആ, സൗദി അറേബ്യയിൽ ഏകദേശം 1000-ഓളം ബാറുകൾ തുറക്കാൻ പോവുകയാണ്. 1000-ഓളം ബാറുകൾ തുറക്കാൻ പോകുന്നു പറയുമ്പോൾ ഞാൻ അപമാനിക്കാൻ വേണ്ടി പറയുന്നില്ല. ഒരുപാട് തൊഴിലവസരങ്ങൾ പോസ്റ്റ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഹോട്ടൽസ് ക്രൗൺ പ്ലാസ, റിക്സോൺ, ഷാങ്ക്രീല, ഫോർ സീസൺസ്, റിയാദും ജിദ്ദയിലും റെഡ് സീയുടെ തീരത്തുമുള്ള ഈ നാലോളം മുന്തിയ 7 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളിൽ ബാർ ടെൻഡർമാരുടെ ജോലി. ഈ ബാർ ടെൻഡർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബീവറേജിലും മറ്റേ ഈ പേപ്പറിൽ പൊതിഞ്ഞു തരുന്ന പരിപാടിയല്ല. അതിനപ്പുറം എന്ന് പറയുന്നത് തൃശ്ശൂര് അരമന എന്ന് പറയുന്ന ഒരു ബാറുണ്ട്. ഞാൻ തൃശ്ശൂർക്കാരനാണ്. അപ്പൊ ഞാൻ ഈ KSRTC ബസ്സിലൊക്കെ പോകുമ്പോഴും പിന്നെ ട്രെയിന് പോകുമ്പോഴും തൃശ്ശൂർക്കാർക്ക് അറിയാം, തൊട്ടടുത്താണ്. അപ്പൊ ഒരു ബിയറൊക്കെ കഴിച്ചിട്ട് പോകാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പരിചയമുള്ള ബാറുകളുടെ പേരൊക്കെ താഴെ കുറിക്കുക. വളരെ ഓർമ്മകളെ കൊണ്ട് അരമന ബാറ് മറക്കാൻ സാധിക്കില്ല. ഓ, അല്ലാത്ത ഓർമ്മയാ. അപ്പം ഇത് കണ്ട് പേടിക്കണം. ഞാൻ മദ്യപാനിയായിട്ടല്ല. ഇനി ഞാനൊരു പാർട്ട് ടൈം ആയിട്ട് ഒരു കോക്ടെയിൽ, ഞാനൊരു ബാർട്ടൻഡർ കൂടിയാണ്. പല അവസരങ്ങളും എനിക്ക് ഇഷ്ടമാണ് കോക്ടെയിൽസ് ഉണ്ടാക്കുക എന്നുള്ളത്, പലതരത്തിലുള്ള കോക്ടെയിൽസ്. അപ്പൊ ഈ ജോലി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ ജോലി സുവർണ അവസരമാണ്. നമുക്ക് ഒരുപാട് അവസരങ്ങൾ വരാൻ പോവുകയാണ് സൗദി അറേബ്യ. ബാർട്ടൻഡർമാർ മാത്രമല്ല, വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് സൗദി കോടികൾ നിക്ഷേപകനാണ്. സൗദി മാറ്റി പിടിക്കുകയാണ് ഏകദേശം ഒരു ദുബായിയുടെ ഒക്കെ രീതിയിൽ തന്നെ. ഇനി കുവൈറ്റ് മാത്രമാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ആൽക്കഹോൾ ബാൻ ചെയ്ത രാജ്യം. അധികം വൈകാതെ അവിടെയും വരുന്നതായിരിക്കും. അപ്പോൾ ജോലിയുടെ രീതി എന്ന് പറയുന്നത് ഗസ്റ്റിന് കോക്ടെയിൽസ് പരിചയപ്പെടുത്തി കൊടുക്കുക. വരാൻ പോകുന്നു പറയുന്നത് വെളിനാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ്. സ്വദേശികൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നു. ഇപ്പൊ ഈ സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ ഒരു പ്രേക്ഷകൻ പറയുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച എന്റെ ചാനലില്, സാറേ മദ്യം കിട്ടാത്ത ഏരിയ ഒന്നുമില്ല സൗദിയിൽ. ശരിയാണ്, ബാറ്ററി ഇട്ട് വാറ്റിയത് കിട്ടുമായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന മുന്തിയ സാധനമാണ് വിദേശി ഗ്ലെൻലിവറ്റ് സിംഗിൾ മോൾട്ട്. പിന്നെ ഹെനസി കോണിയാക്കിയിരിക്കുന്നു. ഇത് നമ്മുടെ ലണ്ടൻ ബോംബെ സഫർ ജിൻ, പിന്നെ ബക്കാടി വൈറ്റ് റം പൊട്ടോറിക്കൻ, ഇത് കാസമിഗോസ് എന്നുള്ളത് നമ്മുടെ ടക്കീലിയാണ്, ഇത് ഗ്രേഗൂസ്. അങ്ങനെ വൈൻ കടന്നു വരാം. വിഷയം എന്ന് പറയുന്നത് ഈ ജോലി കിട്ടണമെങ്കിൽ നല്ല പരിജ്ഞാനം വേണം. ആൽക്കഹോൾ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രോഡക്റ്റ് നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് വിസ്കി, എന്താണ് റമ്മ്, എന്താണ് വോഡ്ക, എന്താണ് പിന്നെ ജിൻ, പിന്നെ എല്ലാത്തിൻ്റെയും കാര്യങ്ങളെ പറ്റി അത്യാവശ്യം ധാരണ വേണം. ഈ പൊതിഞ്ഞു കൊടുക്കുന്ന പരിപാടിയല്ല ഉദ്ദേശിക്കുന്നത്. ഇതൊരു കലയാണ്. എന്ത് കോക്ടെയിൽസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഈ കാസമിഗോസ് എന്നുള്ള ഈ പറയുന്ന സാധനം ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് പൊട്ടിക്കുക, എന്നിട്ട് ഇങ്ങനെ ഒഴിക്കുക, എന്നിട്ട് സാധനം ഉണ്ടാക്കുക. ഇതൊരു കലയാണ്, കല മക്കളെ. ആ കല പഠിച്ചാൽ നല്ല ഉയർന്ന ശമ്പളം മാത്രമല്ല, നല്ല ടിപ്പ് കിട്ടും. എന്താ സംഭവം എന്ന് വെച്ചാൽ, വിദേശികൾക്ക് എന്ന് പറയുന്നത് അവർക്ക് പ്രത്യേക അഭിരുചിയാണ്, ഇതിനോടൊക്കെ താല്പര്യമാണ്. നല്ല കോക്ടെയിൽസ്, കാസമിഗോസ് ടക്കീല, ഇതൊരു 30 ml എടുക്കുക, ഇതിലേക്ക് മാർഗരീറ്റ മിക്സ് ഒഴിക്കുക, പിന്നെ അല്പം ലൈം ജ്യൂസ്, പിന്നെ റിം ചെയ്യുക. ഈ മാർഗരീറ്റയുടെ സോൾട്ട് റിം ചെയ്ത് നല്ല പോലെ ഡ്രസ് ചെയ്ത് പ്രസന്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബാർട്ടൻഡർമാർക്ക് കോക്ടെയിൽ മിക്സേഴ്സിനൊക്കെ നല്ല അനവധി അവസരങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ജോലി ഫുൾ ടൈം ആക്കി എടുക്കുന്ന നിർബന്ധമൊന്നുമില്ല. പാർട്ട് ടൈം ആക്കി ഞാൻ പോകുന്ന പാർട്ട് ടൈം പോകാം. മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് ജോലിക്ക് പോയി വൈകുന്നേരങ്ങൾ നിങ്ങൾക്ക് പോകാം. പോയി ഇതൊരു കലയാക്കി മാറ്റുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിന്റെ മെയിൻ ആയിട്ട് ജോലി എന്ന് പറയുന്നത്, അറിഞ്ഞിരിക്കേണ്ട സംഭവം എന്ന് പറയുന്നത്, പ്രൊഡക്റ്റ് നോളജ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കണം. പിന്നെ അവർ പറയുന്ന വെച്ചാൽ കോക്ടെയിൽ തയ്യാറാക്കാൻ അറിവ് വേണം. ഇതെല്ലാം എങ്ങനെ എന്തൊക്കെ കോക്ടെയിൽസ് ഉണ്ടാക്കാം നോളജ് വേണം. രണ്ടാമത് വൈനും മദ്യവും സംബന്ധിച്ച് ഉപദേശം കൊടുക്കണം. അപ്പൊ ഒരു കസ്റ്റമേഴ്സിന് വലിയ നോളജ് ഉണ്ടായിരുന്നു വരില്ല, എന്താണ് വേണ്ടത്, അല്ല മൂഡ് അനുസരിച്ച്. ഒരു വൈകുന്നേരം ഒരു ഭക്ഷണത്തിന് മുമ്പാണെങ്കിൽ എന്ത് കഴിക്കണം, ഭക്ഷണം കഴിഞ്ഞ ശേഷം കഴിക്കുന്ന ഡ്രിങ്ക്സ് ഉണ്ട്. ജിന്നൊക്കെ വേണമെങ്കിൽ ഒരു കോക്ടെയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് കഴിക്കാം. പിന്നെ ഒരുപാട് ലിക്വേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കാൻ സംഭവങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ബിൽഡ് ചെയ്യാൻ, നമ്മുടെ ബിൽഡിങ്ങിന് ബിൽഡ് ചെയ്ത് കയറി കയറി പോകും ആളുകളുടെ. അത് ടിയാമറിയ, പിന്നെ ബെയിലീസ്, അതൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം കഴിക്കേണ്ട സാധനങ്ങൾ. അതിനെപ്പറ്റി ധാരണ കൊടുക്കുക. പിന്നെ പ്രീമിയം മദ്യങ്ങളുടെ പ്രദർശനമില്ല, ഇതുപോലെ ഇങ്ങനെ പ്രദർശിപ്പിച്ചു വെക്കുക. ഈ കണ്ട സാധനങ്ങളെ വിൽക്കൂ, അല്ലെങ്കിൽ നമ്മൾ കണ്ണാടിയിലൊക്കെ ഹോട്ടലിലൊക്കെ വെക്കാറില്ലേ, അത് ഡിസ്പ്ലേ ചെയ്ത് വെക്കുക. കൂടാതെ പ്രാദേശിക നിയമം ജനങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. കാരണം സ്വദേശികൾക്ക് ഒരു പക്ഷേ അത് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. സ്വദേശികളുടെ പല പല കാരണമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് സ്വദേശികൾക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അവർ വരുന്നുണ്ടെങ്കിൽ അവരോട് മാറിയിരിക്കാൻ പറയുക. ID നോക്കുക. 21 അല്ലെങ്കിൽ 25 വയസ്സായിരിക്കാം നിയമം അനുസരിച്ച് കുട്ടികൾക്ക് മദ്യം കൊടുക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ മുസ്ലിമുകൾക്ക് അറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജോലി. ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് മദ്യങ്ങളെ പറ്റിയുള്ള നല്ലൊരു നോളജ്. ഗ്ലെൻലിവറ്റ് സിംഗിൾ മോൾട്ട്, ഓ, അല്ലാത്തൊരു സാധന.
പിന്നെ എന്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് അതേ ഇരിക്കുന്നു ഷാമ്പെയിൻ. ഷാമ്പെയിൻ എവിടെ കൂട്ടാ അതേ ഇരിക്കുന്നു ഷാമ്പെയിൻ എന്ന് പറയുന്നത് ഇവിടുന്ന് ഫ്രാൻസിൽ നിന്ന് വരുന്ന ഒരു സ്പാർക്ലിംഗ് വൈനാണ് ഷാമ്പെയിൻ. സ്പാർക്ലിംഗ് വൈൻ പല രാജ്യങ്ങളിൽ ഉണ്ടാവാം, പക്ഷെ ഷാമ്പെയിൻ റീജിയനിൽ നിന്ന് വരുന്ന സ്പാർക്ലിംഗ് വൈൻ മാത്രമാണ് ഷാമ്പെയിൻ. ഇതിനെപ്പറ്റി നല്ല ധാരണ ഉണ്ടാക്കുക, പൊട്ടിച്ചു കൊടുക്കുക ആളുകൾക്ക്. വൈനെ പറ്റി നല്ല ധാരണ. ഇതുണ്ട് വൈൻ, കണ്ടോ വൈന് നമ്മൾ ശരിക്കും സ്മെല് ചെയ്യണം. അരോമയാണ് നമ്മൾ സ്മെല് ചെയ്യുന്നത്. ഇതിങ്ങനെ സ്വേൾ ചെയ്യുമ്പോൾ അരോമ ഇങ്ങനെ പടരും. നമ്മൾ നോസും കൊണ്ട് കഴിക്കുക എന്നാണ് പറയുക. അപ്പൊ വെള്ളക്കാരൻ ഇങ്ങനെ ഇങ്ങനെ സ്മെല് ചെയ്ത് പക്ഷെ ഓക്ക്, ഫ്രൂട്ടി, എനിക്കിങ്ങനെ പല സ്മെല്ലുകളും കിട്ടുന്നത്. ഞാൻ അത്ര ഫ്ലുവന്റ് ഒന്നുമല്ല, എന്നാലും ഈ കഴിക്കുന്നവർക്കൊക്കെ ഞാൻ വൈൻ അത്ര പ്രിയനല്ല. ഇതൊരു ഓക്ക് ഫ്ലേവറാണ്, കുഴപ്പമില്ല, ഗംഭീരം. അപ്പൊ ഇങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് വൈൻ ടേസ്റ്റ് ചെയ്യേണ്ടത്, വൈൻ്റെ റീജിയൻ ഏതാണ്, വിൻറ്റേജ് ഏതാണ്, ഗ്രേപ്പ് ഏതാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല അഗാധമായ നോളജ് ഉണ്ടെങ്കിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ വരികയാണ്. നമ്മൾ ഒരിക്കലും സ്റ്റിക്ക് ചെയ്യരുത്. അതായത് സർവീസ് ഇൻഡസ്ട്രിയിൽ മാത്രം, അതായത് വലിയ നോളജ് ഒന്നും ഇല്ലാതെ എവിടെയൊക്കെ പോയി ആരെങ്കിലും ജോലി എടുക്കുകയല്ല. കിട്ടുന്ന അവസരങ്ങൾ യൂട്യൂബ് കൂടെ പഠിക്കുക മക്കളെ. ഞാൻ ജോലിയുടെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. സൗദിയിൽ അനേക അവസരങ്ങളാണ്. പഠിച്ച് എൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുക്കുക, ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഒക്കെ അയച്ചു തരാം. എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയണമെങ്കിലൊക്കെ. ജോലി സമ്പാദിക്കുക. ഓക്കെ, ഇതൊരു ജോലി മാത്രമല്ല, ഇതൊരു കലയാണ്. നല്ല കോക്ടെയിൽസ് ഒക്കെ ഉണ്ടാക്കാതിരിക്കുന്നവർക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാം. സത്യം നുണയല്ല പറഞ്ഞത്, ലക്ഷം. നല്ല ടിപ്പ് കിട്ടും. നല്ല കോക്ടെയിൽ ഇങ്ങനെ അടിക്കുക, ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സായിപ്പും മദാമയ്ക്ക് വന്നതിന് ലക്ഷങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ വാരിക്ക് വലിച്ചു വരും. അതുകൊണ്ട് ഇത് കലയാണ്, ഇത് മനസ്സിലാക്കുക. അപ്പൊ കാലം മാറിയിരിക്കുകയാണ്. ജോലികളും തന്ത്രങ്ങളും വികാരങ്ങളും എല്ലാം മാറിയിരിക്കുകയാണ്. മാറുന്ന കാലത്തിനനുസരിച്ച് പഠിച്ച് പ്രൊഡക്റ്റിനോട് പഠിച്ച് ജോലിക്ക് അപ്ലൈ, ജോലി വാങ്ങുക.